എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇന്ന് നല്ലൊരു എംബ്രോയിഡറി പഠിച്ചാലോ? നോക്കിക്കേ, നിങ്ങളുടെ പഴയ ടോപ്പുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ടോപ്പുകൾ തന്നെ. ആ ടോപ്പുകളെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പുകളും തന്നെ ഇതുപോലെ ഹോളുള്ള ടൈപ്പിൽ ടോപ്പുകൾ കിട്ടും. കയ്യേലും പുറത്തും ഇവിടെയൊക്കെ ആയിട്ട് അല്ലെ, ഫ്രണ്ടിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്കുകൾ ഒരുപാട് കിട്ടും. അപ്പൊ അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ വർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോസ് ഞാൻ താമസിയാതെ ഇടുന്നുണ്ട്. കാരണം കുറേ സ്റ്റിച്ചിങ് വീഡിയോസ് റിക്വസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ എംബ്രോയിഡറി ആദ്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹോൾ വേണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ വർക്ക് അവിടെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് അല്ലെങ്കിൽ ഒന്ന് വരച്ചെടുക്കുക. ഞാനിവിടെ അപ്സി ഡേസിയും ഫ്രഞ്ച് നോട്ട്സും ബീഡ്സും ഒക്കെ വെച്ച് ഒരു ചെറിയ വർക്കാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് ആദ്യം നമുക്കൊന്ന് വരയ്ക്കാം. വരച്ചതിന് ശേഷം നമുക്ക് എംബ്രോയിഡറിയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം നിങ്ങളൊരു ക്രോസ് വരച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങോട്ടൊക്കെ പോകണമെന്ന്. ഈ ഫ്ലവറിൻ്റെ ലീവ്സും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, നമുക്ക് ആദ്യം ഒരു അപ്സിഡൈസി കുഞ്ഞിനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈസി ഫ്ലവറാണ്, നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്യും ആദ്യം. കണ്ടോ, ഈസിയാണ്. കുറച്ച് ഫ്ലവേഴ്സിനെ മാത്രം നമുക്ക് ചെയ്താൽ മതി, ഒത്തിരി ഫ്ലവേഴ്സൊന്നും വേണ്ട. കണ്ടല്ലോ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി ഐഡിയ ആയി, ഓ ഇനി എന്നൊക്കെ ചെയ്യണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നത്തിങ് ടു വറി. ഇതാ ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലീവ്സും ബീഡ്സും ഫ്രഞ്ച് നോട്ട്സും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും നമുക്ക് ഈ വർക്കൊന്ന് ചെയ്ത് തുടങ്ങാം. ഓക്കെ, എന്ത് പറയുന്നു? അപ്പം നമ്മുടെ ഡെയ്സി കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ട് ആരും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? നമ്മളെല്ലാവരും ഇപ്പം നല്ല ഭംഗിയായിട്ട് ഡെയ്സി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും ഈ ഡെയ്സി ഫ്ലവേഴ്സ് കേട്ടോ. ശരിയല്ലേ? നിങ്ങൾ തന്നെ ഇപ്പം എത്ര എംബ്രോയിഡറി ഇതും കൊണ്ട് ചെയ്തു ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്നാ ഈസി ആയിട്ടുള്ളൊരു എംബ്രോയിഡറി ചെയ്ത്. ശരിയല്ലേ? അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ഇതിന് ചുറ്റും ചെയ്യുന്നത്. ഒത്തിരി വലുപ്പത്തിൽ ഫ്ലവേഴ്സ് വേണ്ട, എനിക്ക് കൊച്ചു കൊച്ചു ഫ്ലവേഴ്സിൻ്റെ ചുറ്റും കൊടുക്കാം. ഇതൊരു ടോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇനി വലിയ ഫ്ലവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിലൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ എന്തായാലും ഒരു കുഞ്ഞു ഫ്ലവർ ചെയ്യാനാണ് വിചാരിച്ചത് കേട്ടോ. എനിക്ക് എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഞാനിത് കൂടുതൽ പറഞ്ഞു തന്നെ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബനിയൻ ഫാബ്രിക്കാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ട്രെച്ചി ഫാബ്രിക് ആയിട്ടാണ് ഞാനിത് കൈ പിടിച്ച് ചെയ്യുന്നത്. എനിക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ എന്തോ ഒരു ഇത് തോന്നുന്നില്ല നമ്മുടെ ഫ്രെയിമേൽ വെച്ചിട്ടേ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഈ കുഞ്ഞു ഫ്ലവറിനെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. ഇതാണ് നമ്മുടെ ഡെയ്സി കുഞ്ഞ്. ഡെയ്സി കുഞ്ഞിനെ നമ്മളിതാ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എത്ര ഈസിയാന്ന് നോക്കുക കേട്ടോ. അതാ നമ്മളിതാ ഇങ്ങനെ ഒന്ന് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ കയറ്റി ഇറക്കുന്നു. ഇതിപ്പോൾ ഈസി ആയിട്ടൊരു എംബ്രോയിഡറി ഇനി ഇല്ലെന്ന് തന്നെ പറയാം. എനിക്കൊന്ന് ഡെയ്സി കുഞ്ഞുങ്ങളെ വെച്ച് ഞാൻ ഒരുപാട് എംബ്രോയിഡറി ചെയ്തെന്ന് തോന്നല്ലേ. ഒന്ന് മാറ്റാകുമ്പോൾ എവിടെയും പ്രയോഗിക്കാവുന്ന ഒരു സിമ്പിൾ എംബ്രോയിഡറിയാണ്. നിങ്ങൾക്ക് 5 പെറ്റൽസോ 6 പെറ്റൽസോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പെറ്റൽസൊക്കെ പിടിപ്പിച്ചു. ഞാൻ ഇച്ചിരി തിക്കായിട്ട് ഇച്ചിരി പെറ്റൽസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, എനിക്കിഷ്ടപ്പെട്ടതിനെ. ഇവർ നല്ല സുന്ദരികളാണ്. എനിക്കിപ്പം ഡെയ്സി കുഞ്ഞുങ്ങളില്ലാത്ത കാര്യമില്ലാതായി. ഇവരെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡെയ്സി കുട്ടി. അപ്പോൾ നമ്മുടെ ഡെയ്സി കുഞ്ഞിൻ്റെ ഒരു ഫ്ലവർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി കൂടെ മാറ്റി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബ്ലൂ ഫ്ലവർ കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വീണ്ടും ഒരു പിങ്ക് ഫ്ലവർ കൊടുക്കാൻ പോവാം. കണ്ടോ, ഇവിടെ പഴയ പോലെ തന്നെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ മെത്തേഡ്, ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഞാൻ ഈ ചെയ്യുന്ന അതേ പാറ്റേൺ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഡിസൈൻസ് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ഹോൾ ആയതുകൊണ്ട് തന്നെ ഈ ഹോളിന് ചുറ്റും ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ കളേഴ്സ് ഞാൻ ബ്ലൂവും പിങ്കും ഒന്നിടവിട്ട് ഞാൻ ഇതിന് ചുറ്റും ചെയ്തെടുക്കാൻ പോകും. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞുതരാം. അതല്ലേ നല്ലത്. ഈ അവസാനം വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന് ബോറടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ? നോക്കിക്കേ, നമ്മുടെ പിങ്ക് എംബ്രോയിഡറി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം നമ്മൾ ബ്ലൂ കളറിലെ ആ വർക്ക് കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ബ്ലൂ ഫ്ലവേഴ്സ് കേട്ടോ. ഉണ്ടോ, ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ ബ്ലൂ ഫ്ലവർ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതൊരു നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇതിന്. കുറച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പെറ്റൽസൊക്കെ എങ്ങോട്ട് പോകണമെന്ന്. പിന്നെ നമുക്ക് വരയ്ക്കാൻ പോലും തോന്നത്തില്ല. നമുക്കൊരു ഐഡിയ ആയി പിന്നെ കേട്ടോ.
നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ പറ്റും, അത് സാരമില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോരൊന്നും കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തില്ല കേട്ടോ. നമ്മുടെ ഉടുപ്പ് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. പതുക്കെ ചെയ്തത് പ്രാക്ടീസ് ആയിക്കോളും കേട്ടോ. ഞാനിപ്പോൾ ചെയ്താലും വലിയ ഒത്തിരി അങ്ങ് പെർഫെക്റ്റ് ആവത്തൊന്നുമില്ല, പക്ഷേ ബാക്കിയുള്ള വർക്കുകളൂടെ വന്നു കഴിയുമ്പോൾ ഇത് ഭയങ്കര രസമായിരിക്കും കാണാൻ കേട്ടോ. അതോർത്ത് നിങ്ങൾ ചെയ്യാതിരിക്കണ്ട. കേട്ടോ, കാണാൻ നല്ല ഭംഗി നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ചുമ്മാതെ പ്ലെയിൻ ആയിട്ടിരുന്ന ടോപ്പിനെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നത്. വളരെ ചീപ്പറായിട്ടുള്ള ടോപ്പ് നമ്മൾ ഒട്ടും ഇഷ്ടമില്ല മാറ്റിയിട്ടേക്കുന്നതായിരിക്കും പിന്നീട് നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമുക്ക് എംബ്രോയ്ഡറി വഴി മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ചെയ്യാമെന്നല്ലേ ഉള്ളൂ. ഒരു ദിവസം ഒരു ഫ്ലവർ ചെയ്താൽ മതി, എന്നാ സമയമെടുക്കും. നമ്മൾ TV ഒക്കെ കാണുന്നതിനിടയ്ക്ക് ഒന്ന് ചെയ്താൽ മതി, ഇത്രയല്ലേ ഉള്ളൂ പരിപാടി. എന്നാ ഈസിയാന്ന് നോക്കിയത്. ചെയ്ത് കഴിയുമ്പോൾ ആ ഉടുപ്പിൻ്റെ മാറ്റം കണ്ടോണം. എന്തായാലും ഞാനിത് ഇട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരും, നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാൻ തോന്നുമല്ലോ. ഇതൊക്കെ എന്നെക്കൊണ്ടും പറ്റുമെന്നൊരു തോന്നൽ വരുന്നത് നല്ലതല്ലേ. അപ്പോൾ ഈ ഫ്ലവർ ഇത് മുഴുവൻ ഞാനൊന്ന് ചെയ്ത് തീർത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അല്ല നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. ഇത്ര കുറച്ച് ഫ്ലവറല്ലേ ഉള്ളൂ, അത്രയോടെ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ. ഇതാ നോക്കിക്കേ, നമ്മുടെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയി. ആ നീലയും പിങ്കും ഫ്ലവേഴ്സ് ഇടവിട്ട് വന്നേക്കുന്നതുകൊണ്ട് കാണാൻ എന്ത് ഭംഗിയാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഫ്രഞ്ച് നോട്ട് ഇടുന്ന കാര്യം ഞാൻ മാറ്റിവെച്ചു. കാര്യം ആദ്യം 2-3 ഫ്രഞ്ച് നോട്ട് ഇട്ടപ്പോഴേ പൊന്നു പറഞ്ഞു, അമ്മ ഇനി ഇത് കൂടുതലായിട്ട് ഒന്നും വേണ്ട, ഈ വർക്ക് മാത്രം മതി, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചതാകട്ടോ. പിന്നെ ഞാനൊരു ശുദ്ധ മണ്ടത്തരം കാണിച്ചു. നിങ്ങൾ കണ്ടോ വെള്ള സ്പോട്ട് കാണുന്നേ? ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നുപോയി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഫാബ്രിക് ഗ്ലൂ ഒക്കെ ഒട്ടിച്ചൊട്ടിച്ച് വന്നു. അതിന് ശേഷമാണ് മനസ്സിലായത്, അയ്യോ ഞാനിത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഫാബ്രിക് ഗ്ലൂ കൂടെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം റൈൻസ്റ്റോൺ ഒട്ടിച്ചു തുടങ്ങാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഓരോ ഫ്ലവറിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും കണ്ടോ, നിങ്ങൾക്ക് കാണാവോ, ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ റൈൻസ്റ്റോൺ കുഞ്ഞുങ്ങളെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇച്ചിരി കൂടുതലിരുന്നാലും നത്തിങ് ടു വറി. കാരണം ഇതൊരിക്കലും പറഞ്ഞു പോരത്തില്ല. അതുപോലെ തന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊക്കോളും കേട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ ഈ ഗ്ലൂവിനെ ഒന്നും നമ്മൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണത്തില്ല, അവരൊക്കെ ഡിസപ്പിയർ ആയി പോകും. ഇത് ഞാൻ വീട്ടിലെ സ്പോട്ട് കാണുന്ന എല്ലാം ഫാബ്രിക് ഗ്ലൂ ആണ്. അവിടേക്കാണ് നമ്മൾ റൈൻസ്റ്റോൺ ഇപ്പം ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും റൈൻസ്റ്റോൺ ഒട്ടിക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ആദ്യം ഒരു ചെറുതായിട്ട് ഗ്ലൂ നമ്മുടെ ഫിംഗറിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ പിടിപ്പിക്കുക. എന്നിട്ട് ഈ റൈൻസ്റ്റോണിൻ്റെ അടുത്തോട്ട് എന്നാൽ മതി, അവർ ഇതിലോട്ട് ചാടി കയറി പിടിച്ചോളും നമ്മുടെ വിരലിൻ്റെ തുമ്പത്തേക്ക്. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു കഷ്ടപ്പാടുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നാൽ പിന്നെ ഇത് മുഴുവൻ ഞാൻ ചെയ്ത് തീർത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. എന്തിനാണ് ഞാൻ വെറുതെ സമയം കളയുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഈ പിങ്ക് ഫ്ലവറിൻ്റെ എല്ലാം ജസ്റ്റ് അറ്റത്തായിട്ട് ഞാനൊരു ബ്ലൂ കളറിലെ സീക്വൻസ് വെച്ച് കൊടുത്തു, നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ഇവരെല്ലാം നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇനിയിപ്പം ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പം ഈ വർക്കുകളെല്ലാം ഒന്നുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. ഇപ്പം ഇതിലൊക്കെ ഈ ബീഡ്സുകളേലും അല്ലെങ്കിൽ ഈ സീക്വൻസിലൊക്കെ കുറച്ച് ഇതിൻ്റെ ഫാബ്രിക് ഗ്ലൂ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് അത്ര വിസിബിളായിട്ട് തോന്നാത്ത. പക്ഷേ ഇതങ്ങോട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. എന്തായാലും ഇത് ഞാൻ ഇട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ട്. നോക്കിക്കേ, ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതേ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കണ്ടോ, കാണാൻ എങ്ങനെയുണ്ട് നിങ്ങളെന്ന് പറഞ്ഞേ? നല്ല ഭംഗിയില്ലേ കാണാൻ? ബ്യൂട്ടിഫുൾ ആണ്. വളരെ ഈസി ആയിട്ടൊരു വർക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഹോൾ ഇഷ്ടമില്ലെങ്കിൽ ഡസൻ മാറ്റർ, നിങ്ങൾ ഹോൾ ഉപയോഗിക്കേണ്ട, അല്ലാതെ തന്നെ നിങ്ങളൊരു വട്ടം വരച്ചിട്ട് ഇതുപോലത്തെ വർക്ക് ചെയ്തേ എത്ര ഭംഗിയായിരിക്കും എന്നറിയാമോ? ഇത് വെറും സിമ്പിളായിട്ട് എന്നാ പറയുന്നത്, ഒരു ഭംഗിയില്ലാതിരുന്നൊരു ടോപ്പ്. അതേലോട്ട് ആ വർക്ക് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ഇതിടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരോ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചാനലുള്ള കാര്യം അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഒരു സബ്ജക്റ്റുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.